പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ ചതിയുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പല്ലവിക്ക് അപകടമുണ്ടാകുന്നു. ഇതോടെ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകും അതുപോലെ തന്നെ ഇഷയും. അവർ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ അവളുള്ളത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ജീവൻ രക്ഷിക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യവും ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇഷ. ഇതേസമയം തന്റെ സെലിബ്രേഷനുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇനി തന്റെ വഴിയിൽ ശല്യമായി ആരും തന്നെ ഉണ്ടാവുകയില്ല. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലുമുള്ള പ്രശ്നം ഇല്ല എന്ന് തന്നെ നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് രാഹുലിന്റെ പ്ലാൻ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൂട്ടാളികൾ. സ്വത്തുക്കൾ രാംമോഹന്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കുക, ആ ഒരു കാര്യമാണ് അടുത്തതായി എനിക്ക് ചെയ്യാനുള്ളത്. അതും അധികം വൈകാതെ തന്നെ എൻ്റെ കയ്യിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടിയുള്ള ചെറിയൊരു കാത്തിരിപ്പ്. ഇതേ സമയമാണ് ഇപ്പോൾ ഇഷയെയും അതുപോലെ തന്നെ അഭിഷേകിനെയും പല്ലവിയുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അവൾ മരുന്നുകളോട് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോപ്പുണ്ട് എന്ന് വേണം നിസ്സംശയം പറയാൻ. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന് അറിയുന്നതിന് വേണ്ടി എന്ന് അവർ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ ഇഷയ്ക്കും അഭിഷേകിനും. ഇതോടെ പല്ലവിയെ കാണുന്നതിനായി അവർ ചെല്ലുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പല്ലവിയോട് ഇതേ തുടർന്ന് അഭിഷേകും ഇഷയും ചോദിച്ചതിനെ തുടർന്ന് കരുതി കൂട്ടിയുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പല്ലവി അറിയിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് പല്ലവിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് ഡോക്ടറും അറിയിച്ചതിനെ തുടർന്ന് ഇതിന് പിന്നിൽ രാഹുലിന്റെ കളി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇഷ. അവൻ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് നേരിട്ട് പോയി കാണുക തന്നെ വേണം. അവന്റെ ഓരോ നീക്കങ്ങൾക്കും തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഭിഷേക്. പക്ഷേ ഇതിനിടയിൽ ഈശ അഭിഷേകിനെ ചെന്ന് കാണുന്നു. നിന്റെ നീക്കങ്ങൾ പാളിപ്പോയിരിക്കുകയാണ് രാഹുൽ. നിന്റെ നേർക്കുള്ള പല്ലവിയുടെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അവളെ നീ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇപ്പോൾ അവൾ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ പദ്ധതികളെല്ലാം വിജയിക്കുകയില്ല. ഞങ്ങൾ അവൾക്ക് കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യവും ഈശ അറിയിച്ചിരിക്കുകയാണ്. ഇത് അഭിഷേകിന് തിരിച്ചടിയാകുന്നു. ഒരിക്കലും അഭിഷേക് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും മുൻപിൽ ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ രാഹുൽ ഇനി എന്തു ചെയ്യുമെന്ന് തൻ്റെ കൂട്ടാളിയെ ചെന്ന് കണ്ട് ചോദിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇനിയൊരു അബദ്ധം കൂടി അത് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പദ്ധതികൾ ഇനി മുതൽ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഇഷ അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അഭിഷേകിനോട്
ഇപ്പോൾ രാഹുൽ അടങ്ങിയിരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. തെളിവുകൾ കിട്ടിയതെല്ലാം നിരത്തുകയും വേണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഒടുവിൽ റാം മോഹൻ ഇപ്പോൾ രാഹുലിന്റെ ചതിയെപ്പറ്റി തിരിച്ചറിയാനിടയാകുന്നത്. സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ ചതി നടക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് റാം മോഹൻ. മാത്രവുമല്ല, ഇതോടെ റാം മോഹൻ ഈ കാര്യം ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു ചെന്നതിനെ തുടർന്ന് റാം മോഹനെ കൊല്ലുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.